അമേരിക്കക്ക് യമനിലും വലിയ തിരിച്ചടി ആയിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ യമനിലെ ഹൂത്തികൾ അമേരിക്കയുടെ അഡ്വാൻസ്ഡ് ഡ്രോണായ MQ-9 റീപ്പർ രണ്ടെണ്ണമാണ് തകർത്തിരിക്കുന്നത്. യമനിലെ അൻസാറുള്ള അൽ ഹൂത്തി വിഭാഗം ഇറാനുമായി ഇനിയും സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ ചെങ്കടലിലെ ബാബുൽ മന്ദബ് അടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് സ്ട്രൈറ്റ് ഓഫ് മന്ദബ് എന്നറിയപ്പെടുന്ന ചെങ്കടലിനെയും അദൻ കടലിനെയും ചേർക്കുന്ന വളരെ പ്രധാനപ്പെട്ട കടലിടുക്കാണ്. ഈ കടലിടുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. ഗസയുമായി ഇസ്രയേൽ യുദ്ധം നടത്തുന്ന ഘട്ടത്തിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ചെങ്കടലിൽ ഉണ്ടാക്കിയവരാണ് ഹൂത്തികൾ എന്ന് നമുക്കറിയാം. എന്നാൽ ഇനിയൊരു യുദ്ധം ഇറാനുമായി ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാകാനുള്ള സാധ്യത അമേരിക്കയും ഇസ്രയേലും മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻസാറുദ്ദ അൽ ഹൂത്തി വിഭാഗത്തെ തകർക്കാനാണ് ഇസ്രയേലും അമേരിക്കയും പദ്ധതിയിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് യമനിലെ സൻആ ഭാഗത്ത് നിരീക്ഷണം നടത്താൻ വേണ്ടി അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വിലപിടിപ്പുള്ള നിരീക്ഷണത്തിനും ആക്രമണത്തിനും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന MQ-9 റീപ്പർ എന്നറിയപ്പെടുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചത്. എന്നാൽ ഈ ഡ്രോണുകളെയാണ് 24 മണിക്കൂറുകൾക്കുള്ളിൽ രണ്ടെണ്ണം ഹൂത്തികൾ തകർത്തിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് അൻസാറുദ്ദ അൽ ഹൂത്തി വിഭാഗത്തിന്റെ അടുക്കലിൽ അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ നിലവിൽ ഉണ്ട് എന്നാണ്. ഒരു ഭാഗത്ത് ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള FPV ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇറാനിൽ നിന്നാണ് ഹിസ്ബുള്ളക്ക് FPV ഡ്രോണുകൾ 2 വർഷം മുമ്പ് തന്നെ സപ്ലൈ ചെയ്യാൻ ആരംഭിച്ചത് എന്നാണ്. ഇറാനാണ് ഈ FPV ഡ്രോണുകളെല്ലാം ഹിസ്ബുള്ളക്ക് നൽകിയത്. എന്നാൽ ആ സംവിധാനം ഇറാന്റെ കയ്യിൽ ധാരാളം ഉണ്ടാകും. ഇറാൻ FPV ഡ്രോണുകളാൽ സമ്പന്നമായിരിക്കുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഒരു യുദ്ധത്തിലേക്ക് നേരിട്ട് ഇറാനുമായി ഏർപ്പെടാൻ ഇസ്രയേലിനും അമേരിക്കക്കും വലിയ ഭയമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ കരയുദ്ധമാണെങ്കിൽ അത് അമേരിക്കൻ സൈനികരുടെ ആത്മഹത്യാപരമായ നീക്കമായിരിക്കും എന്നും അമേരിക്കയും അതുപോലെ തന്നെ അമേരിക്കൻ സൈനിക വിദഗ്ധരും മനസ്സിലാക്കുന്നുണ്ട്.